ഇതെന്താ ചെയ്യണത്? കോഴി റബ്ബർ സ്റ്റേറ്റിലുണ്ടോ? ഏത് ഒന്നും കൂടി കടിച്ചു നോക്കണം. ഞാൻ കോഴിക്കാരാണ്. എന്താ പറയുന്നത്? ഇംഗ്ലീഷ് ഭാഷ വരും. പാട്ടും ഡാൻസും തുടങ്ങി. മുദ്ദ ഡാൻസ് കാണണ്ട. എനിക്ക് ഡാൻസ് വേണ്ട. ഓണത്തിന് ഞാൻ ഇപ്പോഴും ഡാൻസ് എഴുന്നേക്കും. മുദ്ദ പതുക്കെ മുദ്ദ സ്റ്റഡി സ്റ്റഡി എന്നെ മുത്ത വേഗം വാ, അകത്തുകൊണ്ടേ കിടത്താം. പതുക്കെ. മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിൽ അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കരയാവേ സാഹിബേ, മുത്തിന് വെറുതെ വിടരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്. കോടതി ചെന്ന എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനിയും പണ കയറ്. ശരിയാണ്, അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ്
ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ധൈര്യമായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. അത് തന്നെ. അല്ല വേണ്ട, രണ്ടിടിക്കുള്ള ആരെയും ശരി. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. ആറ്റിനക്കരയിൽ ആരിക്കര വന്നാലും അവന്റെയൊക്കെ കാലെഴുതി പിടിക്കണം. എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം നമ്മളെ ശത്രുക്കളായല്ലേ സാഹിബേ? നാട്ടുകാർ മുത്തനെതിരായിട്ട് തിരിയൂ. അങ്ങനെ അവനെ ഒറ്റപ്പെടണം. അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. അത് ശരിയാ. ഇന്ന് മുതൽ അവന്മാരുടെ ഒറ്റ കരപ്പെട്ടി നമ്മൾ വാങ്ങരുത്. വേറത്തിനെ കൊണ്ട് വാങ്ങാൻ ഒട്ട് അനുവദിക്കുകയും ചെയ്യരുത്. അങ്ങനെ അമ്മ മുത്തൻ ഒറ്റപ്പെടും. ഒന്ന് വേഗം കയറുന്നതാ, വിളിച്ചിട്ട് കല്യാണത്തിന് പോകേണ്ടതാ. ഒരു ചൂടില്ല, ഉത്സാഹം. എടാ ചാത്ത, ഇങ്ങനെ കൊട്ടാൻ പോയാ വല്ലതും കിട്ടൂ. പട്ടിണി ഇല്ലാതെ പോകാം. ഇവന്മാർ രണ്ടിനെയും പട്ടണത്തിൽ വീട്ടുവേലയ്ക്ക് അയച്ചാൽ മാസം 10-60 രൂപ കിട്ടും. 3 നേരം വയറ് നിറയെ ശാപ്പാടും. എന്താ വിടുന്നോ? അയ്യോ, വല്ലവന്റെയും കഴിക്കലും കഴിയാനൊന്നും എന്റെ മക്കളെ ഞാൻ അയക്കൂല. എന്തിനാണ് തല്ലിയിട്ടെന്നറിയാമോ? അറിയില്ല. നീയും നിന്റെ ജാതിക്കാർക്ക് മുത്തൻ എങ്ങനെ തന്നെ അവന്റെ കാലൊടിക്കണം, എന്നിട്ട് തൂക്കിയെടുത്ത് ആജ്ഞാക്കറിയണം. തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട കാര്യം ഞങ്ങള്. അവൻ ഈ നാട്ടിലോടത്തോളം കാലം നീയൊന്ന് ഈ പ്രദേശത്ത് കാലുകുത്തിപ്പോകരുത്. യശോണി, എന്താ ഇതിന്റെ സർക്കാർ ഉദ്യോഗം? ഒന്നും ആയില്ലേ? ഇല്ല, ഇതുവരെ ഒന്നും ആയില്ല. എന്താ പെണ്ണമ്മ എന്ത് പറ്റി? അവരെന്നെ നീ വീട്ടിൽ ചെന്നിരിക്കുക, ഞങ്ങൾ വന്നേക്കാം. അവന്മാര് ചന്തയെ കാണും. എലിയാ സാഹിബിന്റെ ചന്ത വെച്ചോണ്ടിരിക്കരുത്. ഞാനും വരുന്നു. തങ്ങമ്മ പോയിക്കോ. ചിലപ്പാ നീ കടന്നു നോക്കിക്കോ. എന്താണ് എന്താണ് മനുഷ്യൻ ത്തിനക്കരെയുള്ള ആരെങ്കിലും തൊട്ട് അവന് കഴുത്തെറിഞ്ഞു വേണം. ഒറ്റക്കാരാ പട്ടികളെ, അവനോടൊപ്പം ചാവാൻ ഞങ്ങൾ 5-6 പേരുണ്ട്. പട്ടി നിന്റെ അപ്പന്റെ കരപ്പട്ടി കച്ചവടം. ഇവിടെ പറ്റില്ല. ഇന്ന് രാത്രി 2 തീരുമാനിക്കണം. സായിപ്പിന് പണമുള്ള കാര്യം മറക്കരുത്. ഒരു നളിനാക്ഷ ചെറ്റപ്പി ചത്താൽ 100 പേരെ സായിപ്പിറക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സായിപ്പിനോട് കളിക്കുന്നത് തീക്കളിയാണ്. എന്നിട്ട് ഇന്നത്തെ അടിയിൽ ആരാ തോറ്റോടിയത്? നളിനാക്ഷ ഓടിയെടുത്ത് പുല്ല് ഉളക്കില്ല. ഇന്ന് ജയിച്ചത് ശരി, നാളെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ചന്തക്ക് അയക്കാമോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ. ഉയരിനെ പറ്റി നമുക്ക് ഒളിച്ചടക്കാനൊക്കില്ല. ഇവിടെ സമാധാനം വേണം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഒരു ദിവസം കരിപ്പറ്റി വിറ്റില്ലെങ്കിൽ പകുതി വീട്ടുകാർ പട്ടിണിയാവും. അതിനിപ്പോ എന്ത് വേണം?
സാഹിബിന്റെ കാല് പിടിച്ച് മാപ്പി ചോദിക്കണം. അല്ലാതെ പിന്നെ ഒരുത്തൻ ചെയ്യുന്ന തെറ്റിന് നമ്മളെല്ലാവരും അടികൊള്ളണം. ഒരുത്തനാണോ അതോ ഒരുത്തിയാണോ തെറ്റിയതെന്ന് താൻ കണ്ടോ? കണ്ടത് മാത്രമല്ല കേട്ടത് വിശ്വസിക്കാം. ഇല്ലെങ്കിലേ ഒരുത്തനും തന്തയില്ലെന്ന് പറയേണ്ടി വരും. എന്നാൽ മാരിയമ്മൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു, ഞാൻ തെറ്റുകാരനല്ല. ഓ, തന്റെ ചെരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ വാ തുറന്ന് പറയാമോ ഞാൻ തെറ്റുകാരനാണെന്ന്? ആ നിമിഷം തന്നെ പല്ലടിച്ചാൻ താഴെ ഇത് നല്ല കൂട്ടായി. നമ്മളെ തല്ലിന് കാര്യം നീ സമാധാനപ്പെടേ. ഞാൻ സമാധാനപ്പെടാം, പക്ഷെ ഇവരെ അക്ഷരം വേണ്ടി പോരും. കരിപ്പെട്ടി എങ്ങനെ വിൽക്കാമെന്ന് പറ. അതാണ് ഇപ്പൊ അറിയേണ്ടത്. നിന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചാലേ സായിപ്പ് കരിപ്പെട്ടി വാങ്ങും. അങ്ങനെയാണെങ്കിൽ സായിപ്പ് കരിപ്പട്ടി വാങ്ങണ്ട. നമ്മൾ പിന്നെ പട്ടിണി കിട്ടുന്ന ജാകണോ? മുഴുവൻ കരിപ്പട്ടിയും ഞാൻ വിലക്കെടുക്കാം. സായിപ്പ് തരുന്നതിനേക്കാൾ കൂടുതൽ വിലയും തരാം. എന്താ, മതിയോ? മതി. ഓ, അത് മതി. ഇനി നിന്റെ പ്രമാണം തരൂ. ശരി, ചോദിച്ച പണം ഞാൻ തരും. പക്ഷെ പറഞ്ഞ സമയത്ത് പണം തിരിച്ചു തന്നില്ലെങ്കിൽ വീടും പറമ്പും ഞാൻ ജപ്തി ചെയ്യും. ഒരു മാസത്തിനുള്ളിൽ പണം തിരിച്ചു തരാം. നിങ്ങളുടെ ഒക്കെ കച്ചവടം ശരിക്കും നടക്കുകയാണെങ്കിൽ എനിക്ക് പണം തിരിച്ചു തരണമെന്നില്ല. പലിശ ശരിക്ക് തന്നുകൊണ്ടിരുന്നാ മതി. നല്ല ലാഭം കിട്ടുന്ന കച്ചവടമാണേ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പണം തരുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. സത്യം ഞാൻ പറയാം. എന്താണ്? മദാമയാണ് മുത്തനെ കയറി പിടിച്ചത്. പാവം പേടിച്ചോടിക്കളഞ്ഞു. ഓ, അങ്ങനെയായിരുന്നു. ആ മദാമക്ക് ഭയങ്കര കാമമല്ല സാറേ. ആ തവള പോലത്തെ സായിപ്പിനെ കൊണ്ട് എന്തിനു കൊള്ളാം? അടിക്കതല്ല കെട്ട്.